അപ്പൊ ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ പൗലോസ് ഭയപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഭയപ്പെട്ട പൗലോസ് ഇവരോട് കർക്കശമായി പറഞ്ഞു, ജഡത്തെ അതിന്റെ രാഗമോഹത്തോടെ കൂടെ ക്രൂശിച്ചോണം. 5:24. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ജഡത്തിന്റെ ഇച്ഛ, ജഡത്തിന്റെ രാഗം, ജഡത്തിന്റെ മോഹം, ജഡത്തിന്റെ ആവേശം, ജഡത്തിന്റെ തൃഷ്ണ, അത് പാടില്ല. അതിനെ പിടിച്ചടക്കണം. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. ഇവർ തമ്മിൽ ഉടക്ക. ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അതിനെ ജയിക്കണം. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിതയ. ആത്മാവിന്റെ വിതയും ജഡത്തിന്റെ വിതയും 2 വിത. 6-8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തിന് മഹത്വം. 2 തരത്തിലെ വേദ. ദൈവമക്കളെ ആത്മാവിൽ വിതച്ചോണം. ഈ മിറ്റത്ത് നടത്തുന്ന യോഗം ആത്മാവിൽ വിതയ്ക്കുക. വളരെ ചെലവ് ചെയ്ത ഈ അല്പം മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും മനോഹരമായി പന്തലുമൊക്കെ ഇട്ട് ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് ഇതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്, ചെലവുണ്ട്. ഇത് ആത്മാവിന്റെ വിതയാണ്. ഇത് കൊയ്യുന്നൊരു സുദിനമുണ്ട്. ചിലപ്പോൾ ഷായിച്ചാനോ ആന്റിയോ പിള്ളേരോ ഇല്ലെങ്കിലും ഈ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ ഈ ദൈവദാസന്മാരും ടൗൺ സഭയിൽ ഇല്ലെങ്കിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ഇത് കൊയ്യുന്നൊരു സുദിനമുണ്ട്. ഇത് നഷ്ടമല്ല, ഇത് വിതച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വിത, ജഡത്തിന്റെ വിത പാടില്ല. അപ്പോൾ 6 അധ്യായത്തിൽ 6 കാര്യങ്ങൾ പൗലോസ് വളരെ കർക്കശമായിട്ട് ഇവരോട് പറഞ്ഞു. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം എന്താ? ഒരു വ്യക്തി ക്രൂശിൽ പ്രശംസിക്കുന്നത്, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണമല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് വല്ലോൻ 2 കാര്യം പറയാനുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശിലാണ്. ജ്ഞാനം തന്നെ ജ്ഞാനത്തിലും, ധനവാൻ തന്നെ ധനത്തിലും, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കണം. പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, എനിക്ക് യേശുവിന്റെ ക്രൂശിൽ മാത്രമാണ് പ്രശംസിക്കുന്നത്. ജഡത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി വകയൊക്കെ ഉണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി നിമിത്ത സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. മാത്രമാണോ റോമാ പൗരത്വം ഉള്ളത്? അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മത്തമായിട്ട് കിട്ടിയത്, ജന്മനാ ലഭിച്ചതാ. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാ. എനിക്കിത് ജനനത്തിലേ കിട്ടിയതാ. കിലിക്കയിലെ തർസോസിലാണെങ്കിലും റോമാ പൗരത്വമാണ്. പിന്നെ പൗലോസിനെ പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞ കപ്പലും ഒക്കെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്ന. മാത്രമല്ല യഹൂദ മതത്തിന്റെ അറിവും അതിന്റെ ചീർപ്പും. അതിലെ ഗലാത്യരെഴുതി പറഞ്ഞു, യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എന്തുവാ മുമ്പിലത്തെ നടപ്പ്? ഈ മാർഗക്കാരെ കണ്ട അന്നേരം കൊല്ലും. അതായിരുന്നു നേരത്തെ നടപ്പ്. ഈ മാർഗം എന്റെ ഭാഷ പറയാ, കമ്മലും മാല ഊരിയ സഹോദരിമാരെ മീജ വടിച്ച് ആണുങ്ങളെയും കണ്ട അന്നേരം തട്ടും. സ്തോത്രം. അതിന് നീളമുണ്ടോ? അത് പൊക്കിയച്ച് അങ്ങനെ. സ്തോത്രം. യഹൂദമതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് മതഭ്രാന്തി കയറിയവനാ. ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുന്നവരെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി പഠിച്ച് ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുക. സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയ ആൾക്കാരുടെ വസ്ത്രമല്ല ഇങ്ങരുടെ കയ്യിലല്ലയോ കൊടുത്തത്. പുള്ളി പറഞ്ഞ് തുണി വെച്ചേച്ച് അവനെ കൊന്നേച്ച് വരാം, തുണിയൊക്കെ തിരിച്ചു തരാൻ, വേറെ പുതിയ തുണി മേടിച്ചു തരാന്ന്. സ്തോത്രം. അങ്ങനെ എഴുതിയിട്ടില്ല. പാസ്റ്റർ നമുക്ക് ഒരു ഊറിയ ചിരി. അത്രയ്ക്ക് മതഭ്രാന്ത. യഹൂദ മതത്തിലെ എരിവ്, ആ ന്യായപ്രമാണത്തിന്റെ എരിവ്, ആ എരിവോട് കൂടി അഭിഷിക്തനായ സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം പുള്ളി സൂക്ഷിച്ചു വെച്ചു. 8-ാം അധ്യായത്തിലാണ് അവനെ കൊന്നത് ശൗലിന് സമ്മതവുമായി. പുള്ളി പറഞ്ഞു, ബലേബേഷ്, നീ ഒരു ഉപദേശിയെ തട്ടിയല്ലോ, മിടുക്കൻ. പരസ്യത്തിൽ നിന്ന് ഉപദേശിയുടെ ബൈബിള് തട്ടി ദൂരോട്ട് കളഞ്ഞാൽ ചെവിക്കലിൽ നിന്ന് കൊടുത്ത് മിടുക്കൻ. അടുത്ത് നമുക്ക് കുളിക്കാൻ പാലത്ത് ആരിലും ഉണ്ടെങ്കിൽ അവന്റെ മണ്ടയെ അടിച്ച് സൂക്ഷം നീ എന്നേലും അടി മേടിക്കും. ഒന്നെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് ഈ മാർഗത്ത് വരില്ലേ, സൂക്ഷം നിനക്ക് നട്ടായം അടി കിട്ടും. ഇത് കളിക്കുന്ന തീക്കളിയാ. മുള്ളിനോട് കയറി ഒതക്കരുത്.
പാവം പിടിച്ച ദൈവദാസന്മാർ അവിടെ ഇവിടെ നിന്ന് വാക്യം വിളിച്ചു പറയുകയും പരസ്യോഗം നടത്തുകയും ലഘുല കൊടുക്കുമ്പോൾ നീ ഓണ്ടാൻ ചെന്നാൽ ഒന്നെങ്കിൽ സൂക്ഷം നീ ഇതിനകത്താകും, അല്ലെങ്കിൽ അടിച്ച് നിന്റെ പരിപ്പിളക്കും ദൈവം. ഇതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം, സ്തോത്രം. അവർ ദൈവമക്കൾ പേടിക്കരുത്. കഴിവ് സൂചേട്ടൻ പറഞ്ഞോണം എല്ലാവരോടും. ചുമ്മാ വീട്ടിൽ നിന്ന് പമ്മി ഇറങ്ങിച്ച് ഗോളി കറിച്ച് അവിടുന്ന് പമ്മി വീട്ടിൽ ചെന്ന് കൊള്ള തീറ്റം തിന്നേച്ച് കിടന്നുറങ്ങരുത് കുഞ്ഞുഞ്ഞമ്മേ. സുവിശേഷം പറയണമെന്ന് പഠിക്കാന്നോ അതോ സ്കൂളിൽ പഠിക്കാന്നോ പഠിത്തം എല്ലാം കഴിഞ്ഞോ? കൂടി പഠിക്കുക. അവസരം കിട്ടുമ്പോൾ സൂചേട്ടൻ പറഞ്ഞോ കേട്ടാ, യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞോണം. പറയൂ, അത് പറഞ്ഞോണം. ഓരോരുത്തരെയും പേടിക്കണ്ട. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ, അവിടുന്ന് മാത്രമാ രക്ഷിതാവ്. അപ്പൊ യഹൂദമതത്തിന്റെ നടപ്പാ. ഇങ്ങനെയൊക്കെയാ പൗലോസ് ജീവിച്ചത്. അവനെ കൊന്നത് ശൗലിന് സമ്മതമായി. മാത്രമല്ല 8-ാം അധ്യായത്തിലുണ്ട് വീട് തോറും കയറി ഉപദ്രവിക്കുക. പൗലോസ് വീട് തോറും കയറി ഉപദ്രവിച്ചു. സ്ത്രീകളും പിള്ളേരെയും എല്ലാം വലിച്ചഴച്ച് ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുന്നവനാണ്. പക്ഷേ ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് വഴിപ്പെട്ട് സഞ്ചരിച്ച വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ വീണ് കണ്ണിന്റെ കാഴ്ചയെല്ലാം കൂടെ അടിച്ചു പോയി ചോദിച്ചു, നീ ആരാ കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശുവാ. പ്രൈസ് ദി ലോർഡ്. ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. പൗലോസ് പിന്നെ സാക്ഷി പറഞ്ഞു, കൂടെയുള്ളവരാരും കണ്ടില്ല, ഞാനാ കണ്ടെന്ന്. കൂടെയുള്ളവരാരും ശബ്ദവും കേട്ടില്ല, ഞാനാ കേട്ടത്. സ്തോത്രം. ആ കണ്ട പൗലോസിനെ പറ്റി 9-ാം അധ്യായത്തിലുണ്ട്. ഈ ഭാഗത്ത് കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവൻ ഈ മാർഗക്കാരുടെ കൂടി ഇപ്പൊ താമസിക്കുന്നെന്ന് ഇല്ലേ? 19-ാം വാക്യത്തിലല്ലേ? വായിരൂ. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. കണ്ടോ സുവിശേഷത്തിന്റെ വ്യത്യാസം? ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. ഇപ്പൊ ഈ മാർഗക്കാരുടെ കൂടെ. നേരത്തെ നമുക്ക് പെന്തിക്കോസുകാരെ ഇഷ്ടമല്ലായിരുന്നല്ലോ. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ആക്കിയ നോട്ടവും. ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പോഴല്ലേ എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനമൊക്കെ. പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ചിലർക്ക് എല്ലാവർക്കും ഒന്നുമല്ല. നമ്മൾ പെന്തിക്കോസുകാർ നിൽക്കുമ്പം ഞങ്ങൾ ആ സഹോദരന്മാരെ മീശയൊക്കെ പിടിച്ച് ബൈബിളൊക്കെ പിടിച്ച് സഹോദരന്മാരെന്ന കമ്മലും മാലയിലും. അപ്പം ചിലർക്ക് ഇങ്ങനെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു ആക്കിയ നോട്ടം. പക്ഷെ ഇപ്പൊ കണ്ടോ അവരുടെ കൂടെ പാർക്കുക. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം
മംഗള ജയ ജയ സന്ദേശമോ എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. ആ മംഗള ജയ ജയ സന്ദേശം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യമുണ്ട്. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ഡമസ്കസിന്റെ പടിക്ക വെച്ച് യേശു ക്രിസ്തുവിനെ ദർശിച്ചപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ പാർക്കാൻ തുടങ്ങി. അലാ സുവിശേഷം. സുവിശേഷം കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. സുവിശേഷം ആരുടെ പെടല് കണ്ടിച്ചോണ്ട് വരുന്ന മാർഗമല്ല. അവൻ ചെവി പോലും താഴെ പോയവന്റെ ചെവി എടുത്ത് പിറ്റി ചെയ്തതാ സുവിശേഷം. അല്ല അവന്റെ കൈ വെട്ടിക്കൊണ്ട് വാടാ വത്സ, ഞാൻ നിന്നിൽ സംപ്രീതനായി. സുവിശേഷം. അവന്റെ കഴുത്ത് കണ്ടിച്ചുകൊണ്ട് വാടാ, കുറച്ച് ബ്ലഡ് ഒഴുകട്ടെ, ഞാൻ നിന്നിൽ. സ്തോത്രം. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. എന്നാ വിനോയ് എന്ന് പറയുന്നത്? എവിടെ ആരത്തിനും പെടലെടുക്കാനാന്ന് തോന്നുന്നു, അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. ഇത് നശിപ്പിക്കുന്ന മാർഗമല്ല, നിന്നെ നാശം മാറ്റുന്ന മാർഗമാണ്. ഇത് തകർക്കുന്ന മാർഗമല്ല, നിന്നെ പണിതെടുക്കുന്ന മാർഗമാണ്. അമ്മയ്ക്ക് ഒറ്റ ചെറുക്കനെ ഉള്ളായിരുന്നു, യാത്തു. അവനെ തള്ളിക്കൊണ്ട് വരുക മഞ്ചത്തേല്. യേശു വന്ന് മഞ്ചം തൊട്ട് അന്നേരം ചാട്. അല്ല, ഓവർസീറെ വിളിക്കുക, നമുക്ക് അടക്കാന്ന് പറയല്ലായിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടക്കാം. മഴ കോള് കൊള്ളുന്നു, മഴക്കാറും ഉണ്ട്. സൂപ്രണ്ടിനെ പെട്ടെന്ന് സൂപ്രണ്ടിനെ വരുത്തുമൊന്നും വേണ്ട. യേശു കൊച്ചനെ തൊട്ട് കൊച്ചൻ ചാടി എഴുന്നേറ്റു. യേശുവും ശിഷ്യന്മാരും കൊച്ചനെ വെച്ച് കളിച്ചുമില്ല. ഇന്ന് അന്നേ കൊച്ചനെ വെച്ചോ ആയിരിക്കും ബാക്കി കളി മുഴുവൻ. ഇപ്പോൾ നമ്മുടെ ബ്രദർ ലൈവിലുണ്ട്. അടുത്ത ബ്രദറിന് എന്തോ സംഭവിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മഞ്ചത്തെ പോയത് പോലും അറിഞ്ഞില്ല. ഇപ്പോൾ എന്തോ തോന്നുന്നു. ഇപ്പൊ എന്നാ തോന്നാൻ? ഇപ്പൊ നിങ്ങളെല്ലാം ഈ തട്ടിപ്പ് കാണിക്കുന്നത് എനിക്ക് എന്നെ ഇത് മാസ്ക് വെച്ചേക്കുന്ന കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. സ്തോത്രം. യേശു ഒരു കുഞ്ഞുങ്ങളെയും വെച്ച് ഇത് ആദായ സൂത്രമാക്കിയില്ല. മാരിച്ചവന്റെ മഞ്ചത്തെ തൊട്ട് കൊച്ചൻ ചാടി എഴുന്നേറ്റു. പെൺകുട്ടിയെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ ചാടി എഴുന്നേറ്റു. സ്തോത്രം. അതാ യേശു. കൊല്ലുന്ന ദൈവമല്ല, ജീവിപ്പിക്കുന്ന യേശുവാണ്. നിന്നെ മുടിക്കുന്ന യേശുവല്ല, നിന്റെ മുടിവെല്ലാം മാറ്റുന്നവനാ. നശിപ്പിക്കുന്ന യേശുവല്ല, അവൻ നിന്റെ നാശത്തെ മാറ്റുന്നവനാ യേശു. അതാ ഈ മാർഗം ശ്രേഷ്ഠ മാർഗം എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ വന്നെ ആർക്കും ദോഷം വരികയില്ല, വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുവിശേഷം എല്ലാവരും അറിയണം. അപ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ ഒത്തിരിയുണ്ട്. പൗലോസിന് പ്രശംസിപ്പാൻ ഒത്തിരിയുണ്ട്. ഇങ്ങനെയുള്ള പൗലോസ് പറയാ, എനിക്കതൊന്നുമല്ല, ജാതിയിൽ ഞാൻ പ്രശംസിക്കുന്നില്ല. അബ്രാ ജാതിക്കാരനാ, പക്ഷെ എനിക്കൊന്നും വലിയ വിഷയമല്ല. ചൊല്ലി പറഞ്ഞു കേട്ടില്ല, ഞങ്ങൾ ഏതും ജാതിയാന്ന് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഗീർവാണം അടിച്ച് ഞങ്ങൾ ഈ ദേശത്തെ നമ്പർ 1. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം. പൗലോസ് എബ്രായ ജാതിക്കാരനാ. സ്തോത്രം. ബെന്യാമീൻ ഗോത്രക്കാരനാ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാ. അല്ല ഉഴപ്പി നടക്കുകയല്ലായിരുന്നു. ഗമാലിയലിന്റെ വാദപ്പെടുത്തിയിരുന്നതാ. ഹില്ലേലിന്റെ കൊച്ചുമകൻ ഗമാലിന്റെ വാദപ്പെടുത്തിയിരുന്നത് നന്നായിട്ട് പഠിച്ചതാ, സൂക്ഷ്മം പഠിച്ചതാ. പക്ഷെ വെളിപ്പാട് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാനിതെല്ലാം ചപ്പന്നുണ്ട്, എനിക്ക് ക്രൂശാ വിഷയം, എനിക്ക് ക്രൂശാ വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ വല്ലോം 2 കാര്യം പറയാനുണ്ട്. അത് കാൽവരി ക്രൂശില്ല. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ.
ശാശ്വത ഭുജങ്ങള മാർഗോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ശാശ്വത ഭുജങ്ങള മാർഗോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ ഓ കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത ശത്രുവാം എന്നെ ദൈവം എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം, അതിന്റെ കാരണങ്ങൾ പെട്ടെന്ന് ഒരു 5 കാരണം പറയാം. 5 അല്ല 50 അല്ല 500 അല്ല. പിന്നെ ഈ സമയപരിധി നിന്ന് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഒരു 5 കാര്യം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള 5 കാരണം. അതിലൊന്ന്, ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം ക്രൂശിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. വായിച്ചേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മതി അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള 1-ാമത്തെ കാരണം, ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി. ആ രക്തത്തിന്റെ വിശേഷത നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവുമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, പാവന രക്തം, അത് ക്രൂശിൽ ചൊരിഞ്ഞു. എന്തിന്? എന്റെയും നിങ്ങളുടെയും പാപം പരിഹരിക്കാൻ. സ്നേഹിത, നിന്റെ പാപം പരിഹരിക്കാൻ. സഹോദരി, നിന്റെ പാപം പരിഹരിക്കാൻ. മാതാവേ, പിതാവേ, നിന്റെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു കാൽവറിയിൽ അവൻ രക്തം ചൊരിഞ്ഞെന്ന്. പാപമില്ലാത്ത രക്തമാ, പരിശുദ്ധ രക്തമാ, നിർമ്മല രക്തമാ. അവിടുന്ന് പാപമൊന്നും ചെയ്തിട്ടില്ല. പാപം തീണ്ടാത്തവൻ, പാപം അറിയാത്തവൻ, പാപമേശാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവൻ പാപമടിക നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, പരമവിശുദ്ധൻ. അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. അതുകൊണ്ടാ ക്രൂശിൽ പ്രശംസിക്കുന്നത്. വേറെ ആരും രക്തം ചിന്തിയിട്ടില്ല. വേറെ രക്തമൊക്കെ ചിന്തിയത് വേറെ കാര്യത്തിനാ. ഇപ്പോഴും ചിന്തിക്കൊണ്ടിരിക്കുകയല്ലയോ? എന്നാൽ കാൽവരി ക്രൂശിൽ രക്തം ചിന്തി. നസറയനാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ചകാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, മാമൂലുകൾ കൊണ്ടോ, പിന്തുടർച്ച കൊണ്ടോ ഒന്നും പാപത്തിന് പരിഹാരം വരികയല്ല. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി. അതുകൊണ്ട് എന്തോ സാധിച്ചു. ഈ കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ട് അടുത്ത വാക്കുകളുണ്ട്, സമാധാനം ഉണ്ടായി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ മദ്യം ഉപയോഗിച്ചത്. അതുകൊണ്ടല്ലേ വലിച്ചങ്ങോട്ട് വിട്ടത് കലിങ്കയിലിരുന്നത്. എന്റെ പഴയ കലിങ്കൊക്കെ ഒന്ന് ഓർത്തോണം. വലിച്ച് സോഡാക്കുപ്പിയുടെ കൗള് പോലെ ആയിരുന്നു എന്റെ കൗള്. ഇപ്പൊ പിന്നെ ഇച്ചിരി പച്ച പിടിച്ച് വരുന്നുണ്ട്, നീ പെന്തിക്കോസി വന്നുകൊണ്ട്. എന്നാലും നിനക്ക് അതിന്റെ മണമടിക്കുമ്പോൾ ഒരു ഇളക്കം വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. സ്തോത്രം. സമാധാനമില്ലായിരുന്നെന്ന്, ഒരു സ്വസ്ഥത ഇല്ലായിരുന്നു. ആത്മഹത്യക്ക് നീ ഒരുങ്ങിയതല്ലേ? വിഷമടിച്ച് യാകാൻ ഒരുങ്ങിയതല്ലേ? റെയിൽവേ പാളം അടുത്തല്ലയോ ചെറിയനാട് അല്ലേ? കയറ് മേടിച്ചു വെച്ചല്ലേ തൂങ്ങിച്ചാക്കി. ഞാൻ പഴയ രീതിയാ പറഞ്ഞു. ഇപ്പൊ പിന്നെ പഴയ രീതിയല്ലേ, മോഡേൺ രീതികളാ. സ്തോത്രം. ആറ്റിച്ചാടാൻ പോയതല്ലേ? സ്തോത്രം. കഞ്ഞിക്കകത്ത് വിഷം കലക്കി എല്ലാത്തിനെയും കൊല്ലുമെന്നും പറഞ്ഞിരുന്നല്ലേ കുഞ്ഞുഞ്ഞമ്മേ?
ഒരു സമാധാനവും ഇല്ലായിരുന്നല്ലോ. അന്നേരം ആരാണ്ട് പറഞ്ഞു ഉരുണ്ടാ മതി സമാധാനം കിട്ടും. എങ്ങാണ്ടെല്ലാം പോയി കിടന്ന് ഉരുണ്ട് ദേഹം വേദന എടുത്തല്ലാതെ ഒരു സമാധാനവും. അന്നേരം ആരാണ്ട് പറഞ്ഞു മുട്ടയിലഴിഞ്ഞാൽ മതി എന്ന്. മുട്ടിന് താഴമ്പുണ്ടായതല്ലാതെ നിനക്കൊരു സമാധാനവും വന്നില്ല. അന്നേരം പറഞ്ഞാണ്ട് അവിടെ ഒരു കുളമുണ്ട്, എടുത്ത് കുളത്തിൽ ചാടിയാൽ മതി എന്ന്. കുളം എവിടാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്, പിന്നെ യോഗം കഴിഞ്ഞ് പറയാം. നാളെയും യോഗം ഉള്ളത് കൊണ്ടാണ് നാളെ കുളത്തിന്റെ പേര് പറയാം. നീ കുളത്തിൽ ചാടിയാവില്ല സമാധാനം കുളം പറഞ്ഞു കൊടുക്കാന്നോ? എനിക്ക് തോന്നി പുള്ളി അതിനായിട്ട് തന്നെ ഇരിക്കുക. കുളം മുഴുവൻ പുള്ളിക്ക് അറിയാം. കുളമാക്കരുതേ. അല്ല, ഞാൻ പറഞ്ഞത് കുളത്തിൽ ചാടിയാ സമാധാനം കിട്ടുമെന്ന്. എന്ന് ചാടി ഒരു സമാധാനം കിട്ടിയില്ല. ഒടുവിൽ സമാധാനം തന്നത് യേശുവാ. ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലർന്നൻ മനമേ എന്തിനാകുലം കലർന്നൻ മനമേ യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ നിൻ സഹായകൻ അവൻ ശക്തനാൽ നിനക്കു നിർഭയമേ ലോകമോരിദിനം ജയമേ ലോകമോരിദിനം ജയമേ യേശു നായകൻ സമാധാനം നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം കലരുന്നൻ മനമേ. ക്രിസ്തു നമ്മുടെ സമാധാനം. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും സമീപസ്ഥരോടും പറയട്ടെ, മദ്യം നിനക്ക് സമാധാനം തരത്തില്ല, ലഹരി പദാർത്ഥ സമാധാനം തരികയില്ല, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാലും സമാധാനം കിട്ടുകയില്ല, തീർത്ഥയാത്ര നടത്തിക്കൊണ്ടൊന്നും സമാധാനം കിട്ടുകയില്ല, ദാനധർമ്മം ചെയ്തുകൊണ്ട് സമാധാനം യേശു ക്രിസ്തുവില്ല. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, അത് അങ്ങനെ തന്നെ ഇത് അനുഭവിക്കുന്നയാളും കൂടാ. ക്രിസ്തു നമ്മുടെ സമാധാനം. ഒരു കാലത്ത് സമാധാനമില്ലാതെ അയ്യോ എവിടെല്ലാം നമ്മൾ പോയി, എന്തെല്ലാം ചെയ്തു. യെരമ്യാ പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. അങ്ങനെ എഴുതിയേക്കുന്നേ, ഒരു ഗുണവും എന്തെങ്കിലും ഗുണം വന്നോ? കാശ് കുറച്ച് പോയെന്നല്ലാതെ ഒരു ഗുണവും വന്നില്ല. എനിക്ക് പാട്ടുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ ട്യൂണൊന്നും അത്ര നല്ലതല്ല, സ്വരവും. ഇന്നാളൊരു തള്ള പറഞ്ഞു നിങ്ങൾ രണ്ടുകൂടി കാറുന്ന എന്തിനാന്ന്. പാടുന്ന നല്ല പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂടെ. അത് ശരിയാ, ഇവരൊക്കെ നല്ല ശ്രുതിമധുരമായിട്ട് പാട്ട് പാടും. പിന്നെ ഞാൻ ഈ പാടുകയല്ല അങ്ങ് പറയുക, അതിന് സന്തോഷമുള്ളതുകൊണ്ട് അങ്ങ് പാടുകയല്ല പറയുക. സ്തോത്രം സ്തോത്രം. ഒരിക്കൽ സമാധാനമില്ലാതെ നടന്നവരാ ഞാനും നിങ്ങളും. ക്രിസ്തു നമ്മുടെ സമാധാനം. അപ്പൊ ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം, ക്രൂശിൽ അവിടുന്ന് രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് എന്തോ കൈ വന്നു, സമാധാനം ലഭിച്ചു. സ്തോത്രം. എങ്ങനെയൊക്കെയാ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനമായി. റോമാലേഖനം ഇവിടുത്തെ 5-ാം അധ്യായത്തിന്റെ 1, ദൈവത്തോട് സമാധാനം. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം. നേരത്തെ ഇങ്ങോട്ട് അടുക്കാനൊക്കത്തില്ലായിരുന്നു. ആ ഭാഗത്തോട്ട് നേരിട്ട് ഡയറക്റ്റ് പറയാൻ ഒക്കത്തില്ലായിരുന്നു. അതിനെ ഇടയ്ക്ക് നമ്മൾ ആളിനെ പിന്നെ നേരെ എന്ന് പറയാനൊക്കത്തില്ല.
ഞങ്ങൾക്ക് വേണ്ടി. മനസ്സിലായില്ല? ഡയറക്റ്റ് ചെല്ലാനൊക്കെ ഇല്ല. ഈ യോസേഫിന്റെ ക്വാർട്ടേഴ്സ് ചേട്ടന്മാരെല്ലാം കൂടെ ചെന്നു. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. അപ്പം ഈ ധാന്യം വാങ്ങാൻ ക്യൂ നിന്നപ്പം അവർ പറഞ്ഞു, ഇന്നിവിടെ നിൽക്കണ്ട, ക്വാർട്ടേഴ്സിലോട്ട് വരാൻ വലിയ സാറ് പറഞ്ഞു. വലിയ സാറ് പറഞ്ഞു, നിങ്ങൾ 10 പേരും കൂടെ സാധാരണ ഇവിടെ നിന്ന് ധാന്യം മേടിച്ച് പോകുക, അപ്പം അത് കാശും കൊടുത്തേച്ചു. അപ്പം അന്നത്തെ പറഞ്ഞു വലിയ സാറ് പറഞ്ഞ് വീട്ടോട്ട് വരാൻ. അപ്പോൾ യുവമാർക്കൊരു ഡൗട്ട്. ഒരുത്തൻ പറഞ്ഞു, എന്തോ ഇതിനകത്ത് പന്തികേടുണ്ട് കേട്ടോ. ഇവർ യോസേപ്പിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന എൻ്റെ ചിന്ത ആ ഭാഗം പഠിച്ചറിയാം. മിറ്റത്തെ നിൽക്കുക പമ്മി. കുറച്ച് കഴിഞ്ഞപ്പോൾ യോസേപ്പ് ജോലിയെല്ലാം കഴിഞ്ഞ് രഥത്തിൽ ഇങ്ങോട്ട് വന്ന് ഇവർ 10 വെളിയിൽ നിൽക്കാൻ മിറ്റത്ത് മൈൻഡ് ചെയ്തില്ല. പുള്ളി അകത്തോട്ട് കയറി അങ്ങ് പോയി. ഉടനെ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുള്ളി ലോകിയൊക്കെ ചോദിച്ചു അപ്പനെ എവിടാ നാട് എവിടാന്നൊക്കെ. ഇപ്പം പുള്ളി ഒന്നും മിണ്ടില്ല. അതിൻ്റെ കുഴപ്പടിയുണ്ട്. എന്നാൽ രൂപൻ പറഞ്ഞു, ഞാൻ അന്നാ കൊച്ചനെ വിറ്റപ്പം ഞാൻ പറഞ്ഞു അത് വിൽക്കരുതെന്ന്. നീ എല്ലാം കൂടെ വിറ്റ് 20 വെള്ളിക്കാശ് മേടിച്ച് കടല കുടിച്ചപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നമ്മ അവരാ യോസേപ്പിൻ്റെ വീട്ടിൽ നിന്നൊരു ബാല്യക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, പിന്നെ ഇടയിഞ്ഞ് വന്ന് വലിയ സാറിനോട് പറയണം ഞങ്ങൾ പരമാർത്ഥികളാണ്. യോസേപ്പിൻ്റെ വീട്ടിൽ ചെന്നിട്ടും ഇടയ്ക്ക് നിൽക്കാൻ ആളിനെ പിടിക്കുക. നല്ല യോസേപ്പ് ആകുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്ക വന്നാൽ ഇടയ്ക്ക് ഒരുത്തനും വേണ്ട. നേരെ എന്ന് പറഞ്ഞു. എനിക്കറിയാൻ മേല ആ പാട്ട് നിങ്ങൾ പാടണം, അത് നിങ്ങൾ പാടണം. എനിക്കത് ശരിക്കറിയത്. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. പരമേറെ സഹിച്ചു സമാധാന നഷ്ടം. യേശുവോടു നീ എല്ലാ യേശുവിനോട് പറയണം. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. അപ്പൊ ശ്രദ്ധിക്കുക, പിച്ച് മാറിയാ നമ്മള് മേളിലാ പോകുന്നത്. അങ്ങനെ അറിയാം. പിന്നെ അത് ഈ പ്രസംഗിച്ച് വരുന്ന കൊണ്ട് അതേ ഒക്കുള്ളൂ. നിങ്ങളുടെയും കുഴപ്പമല്ല, എൻ്റെയും കുഴപ്പമല്ല. പോസ്റ്റാൻ പറഞ്ഞ പോലെ അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്കാണെന്ന് പറഞ്ഞ് കീറിക്കളഞ്ഞ പോലെ. അപ്പൊ എന്തായാലും കൊള്ളാം, സകല കാര്യവും യേശുവിനോട് പറഞ്ഞോണം, ഒരു കുഴപ്പവും വരികയില്ല. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാൻ ഒന്നാമത്തെ കാര്യം, അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് എന്തോ കിട്ടി, സമാധാനമുണ്ടായി. എങ്ങനെയൊക്കെ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം. നേരത്തെ അടുക്കാനൊക്കത്തില്ലായിരുന്നു ആ ഭാഗത്തോട്ട്. അയ്യോ, പണ്ട് കാലത്ത് കേരളത്തിലും അങ്ങനെ ആയിരുന്നു. ഭാഗത്തേക്കൊന്ന് ആ അമ്പലത്തിലോട്ട് എല്ലാം കൊള്ളാം. പുലിയൂർ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ എങ്ങും പാവത്തുങ്ങൾക്ക് നല്ല ഏലായി. ലവന്മാര് വരുമ്പോ എടുത്ത് യാടിക്കോണം കുണ്ടത്തിനകത്ത്. മുങ്ങിക്കിടക്കോ ഉണ്ട ഇടുകോ, മനസ്സിലാകുന്നില്ലല്ലോ. ആണെന്ന് ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് നടക്കാനൊന്നും നോക്കത്തില്ലായിരുന്നു. തുണിയെല്ലാം മേടിച്ച് കരി തേച്ചേ ഒക്കത്തില്ല. ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പറയും. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണിയൊന്നും എടുത്തോണ്ട് റോഡ് കൊണ്ട നടക്കാനൊക്കത്തില്ല. ലവന്മാർ വെച്ചേക്കുകയല്ല, ഇല്ല ഇതിട്ടവന്മാർ. മനസ്സിലായില്ല? അവർക്ക് നടക്കാം എതിലേ വേണേലും. എൻ്റെ വല്യപ്പനെ നടക്കാനൊക്കെ. പക്ഷെ അതിനൊക്കെ മാറ്റം വന്ന സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ കണ്ടമാനം വെള്ളത്തുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. നീ എന്നെ കാണണം. മനസ്സിലായോ?
ഇതെല്ലാം കൂടി ഒരു 10 മീറ്റർ കാണും. എൻ്റെ വലിയപ്പന് 2 മീറ്റർ പോലും കൊടുത്തോണ്ട് സ്തോത്രം. അതിന് മാറ്റം വന്നത് സുവിശേഷം വന്നതാ. അടുക്കാനൊക്കത്തില്ലായിരുന്നു, അടുപ്പിക്കത്തുമില്ലായിരുന്നു. നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത് ഈ സുവിശേഷമാണ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ട് ദൈവത്തോട് സമാധാനം ഉണ്ടായി. ഇനി ഒരു മധ്യസ്ഥനും വേണ്ട, ഒരു അമ്മയും വേണ്ട, അപ്പനും വേണ്ട, പുണ്യാളൻ വേണ്ട, ശ്രീകന്മാരും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും ഏതാ, അപ്പനും അമ്മയും വേണ്ടെന്നല്ല, അത് വേണം. ഞാൻ മധ്യസ്ഥതയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരുത്തരും വേണ്ട, നിനക്ക് നേരിട്ട് എന്ന് യേശുവിനോട് കാര്യം പറയാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യക്ക് മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെ ജീവനെ മറുപടിയായി തന്ന യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ, യേശുക്രിസ്തു ഏക ദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നായകൻ. അവൻ വിശ്വാസത്തിന് നായകൻ, അവൻ രക്ഷാനായകൻ, അവൻ ജീവനായകൻ. അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തമ്മു നിത്യം പോറ്റുന്നവൻ. അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിവാദിയിലെന്ന് നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ. ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ദൈവത്തിന് മഹത്വം കൊടുക്കുക.